കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ വിശുദ്ധന്മാരെ, ഇന്നത്തെ ഈ പ്രഭാത ധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് തൻ്റെ സഭയായ പുതിയ യെരൂശലേമിനെ കുറിച്ച് നമ്മോട് സംസാരിച്ച നിരവധി കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ സഭ കർത്താവിനാൽ ആരംഭിക്കപ്പെട്ട ഒന്നാണെന്നും പൂർണ്ണമായും എല്ലാ അളവുകളിലും എല്ലാ വിധത്തിലും ദൈവത്താൽ ജനിച്ച ഒന്നാണെന്നും നാം കാണേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ദൈവവചനത്തിലേക്ക് നാം വിശദമായി തിരിയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പങ്കിടുവാൻ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ നാം കർത്താവിൻ്റെ വചനത്തെ വളരെ ഗൗരവമായി എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിലെ ആദ്യ മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നതിനെ തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് സഭയിൽ അനേകർ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ ഫലം ഭക്ഷിക്കുന്നതിനെ തിരഞ്ഞെടുക്കുന്നത് തികച്ചും ദുഃഖകരമായൊരു കാര്യമാണ്. അവർ സന്ദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയാൻ അവർ ദൈവവചനം സ്വീകരിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ ജീവനെ പ്രാപിക്കുന്ന ചിലർ കർത്താവിൻ്റെ ശരീരമായ സഭയിലുണ്ടെന്നും എനിക്ക് തോന്നുന്നു. അവർ അതിലൂടെ ജീവനിൽ പങ്കാളികളാകുന്നു. ഭൂരിപക്ഷം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിനായി ദൈവവചനം സ്വീകരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവീക ജീവനിൽ പങ്കാളികളാകുന്ന ഒരു ന്യൂനപക്ഷവുമുണ്ട്. ഇതിൽ നാം എവിടെയാണെന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്വാഭാവിക മനുഷ്യനിൽ എപ്പോഴും ഒരു ജിജ്ഞാസ ഉണ്ട്. ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വാഭാവിക അറിവ് നമുക്ക് ഉണ്ടായിരിക്കാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ആ അറിവ് സ്വായത്തമാക്കുക അനായാസമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ജീവനിൽ പങ്കാളികളാകാൻ കഴിയുന്നത് മറ്റൊരു കാര്യമാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നാം എന്താണ് പ്രാപിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെ സമീപിക്കുന്നത് പോലെയാണോ നമ്മുടെ സമീപനം? അതോ കർത്താവിൻ്റെ ജീവനിൽ പങ്കാളിയാകുവാനാണോ ദൈവവചനത്തെ നാം കേൾക്കുന്നത്? ഒരു ചെമ്മരിയാടും കോലാടും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കോലാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അത് ആദ്യം എല്ലാം അതിൻ്റെ തല കൊണ്ട് പരീക്ഷിക്കുന്ന ഒരു പ്രവണതയാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും അത് ആദ്യം എല്ലാം അതിൻ്റെ തല കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. പിന്നെ മാത്രമേ അത് തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുകയുള്ളൂ. ആ ആടിനെ പോലെയുള്ള നിരവധി വിശ്വാസികൾ ഇന്നുണ്ട്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതെല്ലാം അവർ ആദ്യം അവരുടെ തല അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടാണ് സമീപിക്കാറുള്ളത്. എല്ലാം ആദ്യം തല കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് സമീപിക്കുന്ന ഒരു പ്രവണതയാണ് അവരിലുള്ളത്. പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതിനെ അവർ സ്വീകരിക്കുകയുള്ളൂ. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ തല അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അതിനെ സമീപിക്കരുത്. മറിച്ച് ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അതിനെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ആകയാൽ നാം ഒരുമിച്ച് കൂടി ദൈവവചനം കേൾക്കുമ്പോൾ നാം ബുദ്ധിപൂർവമായി അതിനെ സമീപിക്കരുത്. മറിച്ച് അതിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുക. അത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കുന്ന ഒന്നായി മാറരുത്. ദൈവത്തിൻ്റെ ആ ദൈവികമായ ജീവനിൽ പങ്കാളികളാകുന്നതിനായി നമുക്ക് ദൈവവചനത്തെ ശ്രവിക്കുന്നവരാകാം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കുകളെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന തൻ്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവും ജീവനുമായി അതിനെ നമുക്ക് സ്വീകരിക്കാം. ഇതിൻ്റെ വെളിച്ചത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതിനെ സമീപിക്കാതെ നമ്മുടെ ജീവിതത്തെ കർത്താവിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അത് അറിവിലും ഉപരിയായി ജീവൻ നൽകുന്നതായിരിക്കട്ടെ.
അങ്ങനെ നമുക്ക് ആ ദൈവിക ജീവനിൽ പങ്കാളികളാകാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ നാം കാണുന്നു. ഇവിടെ സഭയെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് 19 അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. തുടർന്ന് 21, 22 അധ്യായങ്ങളിൽ മണവാട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുമ്പ് 17, 18 അധ്യായങ്ങളിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നു. ആ സ്ത്രീയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഈ രാവിലെ സമയം നമുക്ക് ചിന്തിക്കാം. ഈ സ്ത്രീ ഒരു കന്യകയായ സ്ത്രീയല്ല. 2 സ്ത്രീകളിലും ധാരാളം സമാനതകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അവർ വളരെ വ്യത്യസ്തരായിട്ടുള്ളവരാണ്. 17, 18 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മർമ്മം, മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പല കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബാബിലോൺ ഒരു മർമ്മമാണ്. ഇന്ന് ബാബിലോണിനെ കുറിച്ച് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാരണം അതാണ്. സഭ ഒരു മർമ്മമാണെന്ന് വചനം പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അനേകർക്ക് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ ബാബിലോണിൻ്റെ മർമ്മവും പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിനാൽ പലരും അവളാൽ വശീകരിക്കപ്പെട്ട് അവളുടെ ബന്ധനത്തിലാണുള്ളത്. പലരും ആ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എങ്കിലും ആ ബന്ധനത്തിലാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം അതൊരു മർമ്മമാണ്. ദൈവത്തിന് മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ